ജീവിതത്തിലെ ചില സ്ഥലങ്ങൾ, ചില നിമിഷങ്ങൾ അതൊക്കെ ഇങ്ങനെ ആവർത്തിക്കപ്പെടുക, അത് നമ്മളുണ്ടാക്കുന്ന ഒരു വൈകാരികമായ ഒരു അനുഭവം വളരെ വലുതായിരിക്കും. അത് പ്രത്യേകിച്ചും ഈ ജലത്താലൊക്കെ ചുറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും, പ്രത്യേകിച്ചും ജനനം മുതൽ മരണം വരേക്കുള്ള നിമിഷങ്ങൾക്കൊക്കെ ഒരുപക്ഷെ വള്ളമോ ബോട്ടോ ഒക്കെ സാക്ഷിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നടന്നിട്ടുണ്ടാവും. ഇത് അതേപോലെ ജീവിതത്തിലെ രണ്ട് അസുലഭമായ രണ്ട് മുഹൂർത്തങ്ങൾ സംഭവിക്കുകയാണ്. അതായത് ഒരു കുട്ടി പിറന്നു വീണ അതേ ബോട്ടിൽ വർഷങ്ങൾക്കിപ്പുറം ആ കുട്ടി മറ്റൊരു രൂപത്തിൽ കയറുകയാണ്. അത് അച്ഛനും അമ്മയും എങ്ങനെയാണ് ആസ്വദിക്കുന്നത് കാണും. പാണാവള്ളി പെരുമ്പളം പൂത്തോട്ട റൂട്ടിലായിരുന്നു A47 ഓടിയിരുന്നത്. 1996 ജൂൺ 3 സർവീസ് അവസാനിപ്പിച്ച് ബോട്ടും ജീവനക്കാരും പെരുമ്പളത്ത് വിശ്രമിക്കുകയായിരുന്നു. പുലർച്ചെ 2 മണിയോടെ നാട്ടുകാരനായ ബാബു പൂർണ്ണ ഗർഭിണിയായ ഭാര്യയുമായി എത്തി. ആശുപത്രിയിലേക്ക് പോകാനായി അക്കരയ്ക്ക് വിടണമെന്ന് ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു. ബോട്ട് പകുതി ദൂരം എത്തിയപ്പോഴേക്കും ശൈലജ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ആ ദ്വീപിൽ നിന്ന് കര കടക്കുവാനായിട്ട് മാർഗം ബോട്ടേ ഉള്ളു. പക്ഷേ ബോട്ടിൽ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വെങ്കടേഷിന് പ്രസവം നടന്നു. പിന്നെ എന്നെ അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. 29 വർഷത്തിനിപ്പുറം A47 കാവാലം ആലപ്പുഴ റൂട്ടിലേക്ക് സർവീസ് മാറ്റി. കുട്ടി വളർന്നു വലുതായി ആ ബോട്ടിലെ തന്നെ ജീവനക്കാരനായി. ഈ ബോട്ടിലാണ് ജനിച്ചത്. ഇതിൽ ജോലി കയറിയപ്പോൾ എന്താ തോന്നിയത്? ആഗ്രഹമുണ്ട്, എന്നാലും അത് നടക്കുമോ എന്നുള്ളൊരു ഇതിൽ ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഓർഡർ ആയ ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ബോട്ടിൽ തന്നെയാണ്. ഈ ബോട്ട് ജനിച്ചതുകൊണ്ടാണ് ഈ ബോട്ടിനോടും ഒക്കെ ഇത്ര ബോട്ടിനോട് ജനിച്ചതിൻ്റെ ആയിരിക്കാം. ഇത് കുഞ്ഞിലേ തൊട്ടേ കളിപ്പാട്ടങ്ങൾ തന്നെ ബോട്ട് മതി. എന്ത് സാധനം, എന്ത് ഉപകരണം കിട്ടിയാലും അത് ബോട്ട് എന്നുള്ള രീതിയിൽ കായലിലൊക്കെ ആണെങ്കിലും ഇറങ്ങി നമ്മൾ കളിക്കുന്നതും ബോട്ട് എപ്പോഴും ബോട്ടിലാണ്. വേറെ ജോലിയോടൊന്നും അങ്ങനെ ഒരു താല്പര്യം തോന്നണില്ല. വേറെ ജോലി കിട്ടിയാൽ പോവോ? വേറെ ജോലി ഇല്ല, കിട്ടിയിട്ട് പോയിട്ടില്ല. വെങ്കടേഷിന്റെ ആദ്യ ജോലി ദിവസം വീട്ടിലുള്ളവരെല്ലാം ബോട്ടിലെ യാത്രക്കാർ. ബോട്ടും ഇന്നത്തെ ബോട്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അന്ന് ഈ വീൽ ഹൗസ് മുകളിലായിരുന്നു. അപ്പം അന്നത്തെ ബോട്ടുകൾക്കെല്ലാം മുകളിൽ നിന്നായിരുന്നു ഓടിക്കുന്ന സിസ്റ്റം. ആണ്ടിലാണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വർഷമായിട്ടും കേടുകൂടാതെ നിലനിൽക്കുന്നത്. കൊച്ചി വാട്ടർ മെട്രോയിൽ ജോലിയിലിരിക്കെയാണ് വെങ്കടേഷിന് PSC വഴി ജലഗതാഗത വകുപ്പിൽ ലാസ്കറായി നിയമനം ലഭിച്ചത്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. അപ്പോൾ രഘു അതിനെക്കുറിച്ച് നമ്മളോട് പറയും. രഘു വളരെ കൗതുകരമായൊരു കാഴ്ചയാണ്. എനിക്ക് അദ്ദേഹം പറയുന്നുണ്ട് വേറെ ജോലി കിട്ടിയിട്ട് പോയില്ല എന്നാണ്. അപ്പോൾ അത്രയ്ക്ക് ആ ബോട്ടിനോടൊരു ആത്മബന്ധമുണ്ട്. നല്ലതാണല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. വള്ളത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ മാത്രം പോകാൻ പറ്റുന്ന ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതം നമ്മളൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് തന്നെ അനുഭവിക്കുമ്പോൾ വളരെ ദുരിതപൂർണ്ണമാണ്. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ കാലമൊക്കെ വരുമ്പോൾ 10-30 വർഷങ്ങൾക്ക് മുൻപ് ബോട്ടുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യന്ത്ര വള്ളങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് മനുഷ്യരെത്ര ബുദ്ധിമുട്ടിയാണ് ആ ഇടങ്ങളിൽ കഴിഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വരുമ്പോൾ എന്തെല്ലാം പാടുകൾ സഹിക്കണം എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ വാർത്ത. പലപ്പോഴും നമ്മൾ കൗതുകമായ വാർത്തകൾ കാണാറുള്ളതാണ്. ബസ്സിൽ യുവതിക്ക് സുഖപ്രസവം, ആംബുലൻസിൽ യുവതിക്ക് സുഖപ്രസവം, അല്ലെങ്കിൽ പ്ലെയിനിൽ, അങ്ങനെ പലയിടത്തും നമ്മൾ കുട്ടികൾ ജനിക്കുന്നത് വാർത്ത കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ എത്ര പേർക്ക് ജനിച്ച ഇടത്ത്, നമ്മളെല്ലാവരും ഭൂരിഭാഗം ആളുകളും ആശുപത്രിയിലാണ് ജനിച്ചത്. ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അതിനപ്പുറം ഈ ബസ്സിലും ട്രെയിനിലും ആംബുലൻസിലും ഒക്കെ ജനിക്കുന്ന ആളുകൾക്ക് അവിടെ എത്ര പേർക്ക് ആ ഇടത്ത് അതേ ഈ ബോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആൾ ജനിച്ച അതേ ബോട്ട് തന്നെയാണ് ഇപ്പോഴും 30 വർഷത്തിനിപ്പുറവും സർവീസ് നടത്തുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ആകസ്മികതകളുടെ ആകത്തുകയാണ് ജീവിതം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ആകസ്മികമായി സംഭവിച്ച ഒരു കാര്യം കൂടിയാണ്. എന്തായാലും എല്ലാവർക്കും, കാരണം നമ്മളോട് അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരൊക്കെ എന്താണ് നിങ്ങൾ എല്ലാവരോട് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർക്കും വലിയ അത്ഭുതം ആയി മാറിയിരിക്കുകയാണ്. എന്തായാലും ആ ബോട്ടിലുള്ള ജീവിതയാത്ര, ബോട്ടിൽ ജനിച്ച് ബോട്ടിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തി
ബോട്ടിലൂടെ ഉള്ള ആ ജീവിത യാത്ര ശരി, എന്താ അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആ യാത്ര അല്ലേ എന്നും അവർക്ക് ജീവിതത്തിൽ ഓർത്തു വെക്കണം. അച്ഛനും അമ്മയ്ക്കും മകനായ വെങ്കടേഷിനും ഒക്കെ ഓർത്തു വെക്കാനുള്ള ഒരു നിമിഷം കൂടിയാണ്. അപ്പോൾ എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ.